ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. നോർമൽ ഫോർമാറ്റിങ്ങിൽ നമുക്ക് ക്രൈറ്റീരിയ, കണ്ടീഷൻസ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വഴി നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് ഹൈലൈറ്റ് സെൽസ് റൂൾസ്, അതേപോലെ ടോപ്പ് ബോട്ടം റൂള്, പിന്നെ ക്ലിയർ റൂൾസ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എക്സാമ്പിൾസിലൂടെ നോക്കാം. കുറച്ച് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിൽ 50-നേക്കാൾ മുകളിലുള്ള വാല്യൂസ് മാത്രമേ എനിക്ക് എന്ത് ചെയ്യണം, ഷോ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം. ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടീഷൻ ഫോർമാറ്റിംഗിൽ പോയിട്ട് ഹൈലൈറ്റ് സെൽസ് റൂൾസിൽ ഗ്രേറ്റർ ദാൻ എടുക്കാം. ഗ്രേറ്റർ ദാൻ 50 നമുക്ക് കൊടുക്കാം. ഓട്ടോമാറ്റിക് ഇവിടെ 50ൻ്റെ മുകളിലുള്ള വാല്യൂസ് മാത്രം ഷോ ചെയ്ത് വേണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ സെപ്പറേറ്റ് കളറ് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളർ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതല്ല കസ്റ്റം ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ദാൻ കൊടുക്കാം, ലെസ് ദാൻ 50 കൊടുക്കാം, അതേപോലെ ബെറ്റ്വീൻ കൊടുക്കാം, ഈക്വൽ ടു. ഈ 4ലും ഒരേ ഓപ്ഷൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ടെക്സ്റ്റ് ആണ്. ഈ ഒരു ടെക്സ്റ്റിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു സ്പെസിഫൈഡ് ടെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് സ്പെസിഫൈ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാറ്റ സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽസ് റൂൾസ്, അതിൽ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് അത് കൊടുത്ത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ സൺഡേ കൊടുത്ത്, സൺഡേ നമുക്ക് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ വന്ന് കണ്ടോ. ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് ഇതിലിപ്പോൾ ഈ തേഴ്സ്ഡേ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു സൺഡേ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ലും എന്തായി, സൺഡേ വന്നുകൊണ്ട് നമ്മൾ കണ്ടീഷൻ ഫോർമാറ്റിംഗ് കൊടുത്തുകൊണ്ട് അത് ഹൈലൈറ്റ് ആയി വന്ന്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഡേറ്റ് ഫോർമാറ്റിംഗ്. സെപ്പറേറ്റ് ഏതെങ്കിലും ഒരു ഡേറ്റ് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക്, അല്ലെങ്കിൽ പ്രീവിയസ് വീക്ക്, ഇങ്ങനെ, അല്ലെങ്കിൽ ഈ മാസത്തിലെ ഏതെങ്കിലും ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ്, ഫോർമാറ്റിംഗ് ആണ് നെക്സ്റ്റ് ഉള്ളത്. നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പോയി, ഹൈലൈറ്റ് സെൽസ് റൂൾസ്, അതിൽ ഡേറ്റ് ഒക്കെ ഇതിലത് നമുക്ക് ഇതിപ്പോൾ യെസ്റ്റർഡേ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. യെസ്റ്റർഡേ, അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഡേറ്റ് 23 ആണ്. അപ്പോൾ യെസ്റ്റർഡേ 22 ഹൈലൈറ്റ് ആയിട്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ടുഡേ, ഓക്കെ, ടുമോറോ 24, ഇനി ഇൻ ദ ലാസ്റ്റ് 7 days, അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്ക്, ദിസ് വീക്ക്, ഇങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തൊരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഡാറ്റ സെലക്ട് ചെയ്യാം, അല്ല ഡാറ്റ സെലക്ട് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിയർ റൂൾസ് എന്നുള്ളതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽസ്, പിന്നെ ഒന്ന് ക്ലിയർ റൂൾസ് ഫ്രം എൻ്റർ ഷീറ്റ്. അപ്പോൾ നമുക്ക് എൻ്റർ ഷീറ്റ് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷീറ്റിലുള്ള എല്ലാ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങും ക്ലിയർ ആയി പോകുന്നു. ഓക്കെ, നമ്മൾ ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഹൈലൈറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽസ് റൂൾസ്, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. ഇപ്പോൾ ഈ ഒരു ഡാറ്റയിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്, അതായത് സൺഡേ ഇവിടെ 2 തവണ വന്നിട്ടുണ്ട്, 3 തവണ വന്നിട്ടുണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മൺഡേ വന്ന്, ട്യൂസ്ഡേ വന്ന്. ഇനി യുണീക്ക് ആയിട്ടുള്ളത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വൈറ്റ് കളറിൽ തന്നെ, അതായത് ഹൈലൈറ്റ് ആവാതെ തന്നെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇത് യൂണീക്ക് വാല്യൂ ആക്കി മാറ്റിയാൽ എന്തുണ്ടാവും, യൂണീക്ക് വാല്യൂ മാത്രമായിട്ട് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കിടക്കും. ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരു റൂളും കൂടി കൊടുക്കാവുന്നതാണ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് റൂൾസ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കളറും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇത് ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് ഇനി നമുക്ക് ടോപ്പ് ബോട്ടം റൂൾസ് നോക്കാം. ഈ ഒരു ലിസ്റ്റിൽ, അതായത് 10 മുതൽ 100 വരെ തന്ന ലിസ്റ്റിൽ ടോപ്പ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരെണ്ണം മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ടോപ്പ് ബോട്ടം റൂൾസ്, ടോപ്പ് 10 ഐറ്റംസിൽ നമുക്ക് എന്ത് ചെയ്യാം,
ഇതിപ്പോൾ ടോപ്പ് 10 ഐറ്റംസ് ഇവിടെ വന്നുകൊണ്ട് ഫുൾ സെലക്ട്, ഇതിപ്പോൾ 10 നമ്പർ ഉള്ളത്, അതുകൊണ്ട് എന്തായി 10 സെലക്ട് ആയി. നമുക്ക് ഇതിവിടെ 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, ടോപ്പ് 1 എന്തായി സെലക്ട് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു 90 ഉള്ളത് 100 കൊടുത്താൽ എന്താവും, അതും സെലക്ട് ആവും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ടോപ്പ് ഉള്ളത് 3 എണ്ണം ഉണ്ട്, അപ്പോൾ ആ 3 സെലക്ട് ആയി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡാറ്റയിൽ ടോപ്പ് ബോട്ടം റൂൾസിൽ ബോട്ടം 10 ഐറ്റംസ്, ഈ ബോട്ടം 10 ഐറ്റംസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ള് സെലക്ട് ആയിട്ടുണ്ട്, 10 നമ്പർ ഉള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്തിട്ട് അത് 1ലേക്ക് ഒറ്റ നമ്പർ ആക്കിയിട്ട് ചെയ്താൽ ഏറ്റവും ചെറിയ നമ്പർ നമുക്ക് എന്താവും, ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ്, ഇതിൽ തന്നെ ടോപ്പ് ബോട്ടം റൂൾസിൽ നെക്സ്റ്റ് വരുന്നത് ടോപ്പ് 10%. ഓക്കെ, അതായത് ഇപ്പോൾ ടോപ്പ് 10% എന്ന് പറയുമ്പോൾ എപ്പോഴും 100 ആണ്. ഇതിലിപ്പോൾ 10 നമ്പർ ഉള്ളത്, ഇതിൽ 100 ആണ് 10ൽ 10% ആയിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ 20% ആക്കിയിട്ട് ഇത് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, നെക്സ്റ്റ് 90 നമുക്ക് എന്തായി, അതും കൂടി ഇതിൽ ഹൈലൈറ്റ് ആയി വന്ന്. ഇനി ടോപ്പ് 30% നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 80 വന്നത്. ഇപ്പോൾ നമ്മൾ ഈ 10ൻ്റെ ഡിഫറൻസിൽ നമ്മൾ വാല്യൂസ് കൊടുത്തുകൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത് കേട്ടോ. ഇപ്പോൾ അല്ല കുറേ വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ പെർസെൻറ്റേജ് മാറ്റുമ്പോഴും അതിനനുസരിച്ചിട്ട് മാറും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ടോപ്പ് ബോട്ടം 10%. ഇപ്പോൾ നമ്മൾ ടോപ്പ് 10%, ടോപ്പ് 10 ഐറ്റംസ് ചെയ്തു, ബോട്ടം 10 ഐറ്റംസ് ചെയ്തു. ഇനി ടോപ്പ് 10%, അതേപോലെ ബോട്ടം 10%. ഇനി നെക്സ്റ്റ് വരുന്നത് എബോവ് ആവറേജ് ആൻഡ് ബിലോ ആവറേജ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ക്ലിയർ റൂൾസ് കൊടുത്ത് ഡാറ്റ സെലക്ട് ചെയ്തു. ഇതിൽ എബോവ് ആവറേജ്. ഓക്കെ, അപ്പോൾ ആവറേജ് ഡിഫോൾട്ടായിട്ട് ഈ ഒരു വാല്യൂൻ്റെ ആവറേജ് ഇവിടെ 55 ആണ്. അപ്പോൾ അത് 55ൻ്റെ എബോവ് ഉള്ളത് എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു 20 ഉള്ളത് നമ്മൾ ഒരു 60 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താവും, ഓട്ടോമാറ്റിക് അതും സെലക്ട് ആവും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമുക്ക് എന്ത് നെക്സ്റ്റ് ബിലോ ആവറേജ് ഉള്ളതും വരുന്നത്. ഓക്കെ, നമുക്ക് ക്ലിയർ റൂൾ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഈ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ ഹൈലൈറ്റ് സെൽസ് റൂൾസിലും ടോപ്പ് ബോട്ടം റൂൾസിലും വരുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.